Hello everyone, welcome to my kitchen. ഇന്ന് ഞാൻ ഇവിടെ റാഗി റവ ദോശ ഷെയർ ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റാഗി ദോശ ഉണ്ടാക്കിയ മാവ് കുറച്ച് ബാക്കി വന്നു. അതെങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ യൂസ് ചെയ്യാൻ ഞാൻ ഇവിടെ കാണിക്കുന്നു. ആ റാഗി ദോശ മാവിൽ ഒരു 1 കപ്പ് റവ ഇടാം. പിന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. കുരുമുളകും ജീരകവും കുറച്ച് അങ്ങോട്ട് ചതച്ചിട്ട് ഇടാം. പിന്നെ ഗ്രേറ്റഡ് ക്യാരറ്റ്, പിന്നെ ഫൈൻലി ചോപ്ഡ് ഓണിയൻ, പിന്നെ കറി ലീഫ്, കൊത്തമല്ലി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. റവ ദോശ മാതിരി കുറച്ച് നല്ല വാട്ടറി ആയിട്ടുണ്ടാവുന്നു. സോ അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചൂടുള്ള ദോശക്കല്ല് കുറച്ച് തേങ്ങ, ഗ്രേറ്റഡ് തേങ്ങ ഒന്നുകൊണ്ട് സ്പ്രിങ്കിൾ ചെയ്തിടാം. റവദോശയിൽ ഇടേണ്ട മാതിരി നമുക്കത് ഇടാം. നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഇട്ടിട്ട് അതങ്ങോട്ട് തിരിച്ചിടാം. സോ നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഒരു ദിവസം മാവ് അരച്ചാൽ നമുക്ക് 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ എല്ലാം പരത്തിയെടുത്തു. ഇതിന് ചട്നി അല്ലെങ്കിൽ സാമ്പാർ, പുതിന, പുളി, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ പൊട്ടുകടല, തേങ്ങ, പിന്നെ പച്ചമുളക് എല്ലാം ഇട്ട് ചട്നി ഉണ്ടാക്കി. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു.